ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വേദപഠന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിച്ചത്. 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്കറിയാം, യേശുവിൻ്റെ അപ്പോസ്തലന്മാരായ പത്രോസിനെയും യോഹന്നാനെയും അവർ ചെയ്ത ഒരു അത്ഭുതത്തെ പ്രതി അവര് വിസ്തരിക്കപ്പെടുകയും പിന്നീട് അവരെ പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇനി അശേഷം സംസാരിക്കരുതെന്ന് വിലക്കുകയും ചെയ്യുന്ന സൻഹെദ്രിയം സംഘത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിനുശേഷം മനുഷ്യരെക്കാട്ടിലും ദൈവത്തെക്കാട്ടിലും മനുഷ്യരെ ഭയപ്പെടുന്നത് യുക്തമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ വീണ്ടും അവരുടെ ശുശ്രൂഷകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതിനവരെ ശക്തിപ്പെടുത്തിയത് ആദിമ ക്രൈസ്തവ സമൂഹം ഇങ്ങനെയൊരു പ്രതിസന്ധി വരുമ്പോൾ അവർ കൊടി പിടിക്കാനോ അവർ ജയ് വിളിക്കാനോ ഒന്നുമല്ല പോകുന്നത്. മറിച്ച് അവരൊരുമനപ്പെട്ട് ഏക ഹൃദയത്തോടെ ഒരിടത്ത് കൂടിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിലെ വചനങ്ങളെല്ലാം കോട്ട് ചെയ്ത്, ദൈവമേ, നിന്റെ ദാസന്മാർക്ക് വചനം ശക്തമായി പ്രഘോഷിക്കാനുള്ള ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ദൈവസന്നദ്ധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥനയുടെ അവസാനം അവർ കൂടിയിരിക്കുന്ന ആ മേഖല, അത് അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവും അഭിഷേകവും ഉണ്ടാവുകയും അവർ കൂടിയിരിക്കുന്ന കെട്ടിടം കുലുങ്ങുകയും ചെയ്തുവെന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അങ്ങനെ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് അതിലും വലിയ ശുശ്രൂഷകളിലേക്ക് അപ്പോസ്തലന്മാര് ചുവടെടുത്ത് വെക്കുന്നതാണ് കഴിഞ്ഞ 4-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അനേകർ പരിശുദ്ധ സഭയിലേക്ക് ഓടി അടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് എങ്ങനെയായിരുന്നു? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ആർക്കും മുട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയും അപ്പോസ്തലന്മാർ എല്ലാവർക്കും തുല്യമായിട്ടത് വിഭജിച്ചു കൊടുക്കുകയും അങ്ങനെ സാമ്പത്തിക സമത്വം അവരുടെ ഇടയിൽ, എല്ലാ തരത്തിലുള്ള സമത്വവും അവരുടെ ഇടയിൽ കൈവന്നിരുന്നു. ഇതാണ് സഭയുടെ ആദിമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രമീകരണം. അതുകൊണ്ട് തന്നെ അനേകർ ഈ സഭയിലേക്ക് ഓടി അടുക്കുകയാണ്. 36-37 വാക്യങ്ങളിൽ ബർണ്ണബാസ് സഭയിലേക്ക് എങ്ങനെയാണ് വന്നു ചേർന്നതെന്നും അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് സഭയിൽ ശുശ്രൂഷകനായി വചനപ്രഘോഷകനായി മാറ്റപ്പെടുന്നത് പിന്നീടുള്ള അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് ദൈവാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് 5-ാം അധ്യായം പഠിക്കുവാനായിട്ട് നാം പരിശ്രമിക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് 1 മുതൽ 10-11 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കെല്ലാവർക്കും സുപരിചിതരായ 2 വ്യക്തികളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അത് അനന്യാസും സഫീറയുമാണ്. അതായത് അപ്പോസ്തോലിക സഭയിലേക്ക്
ചേർന്നുകൊണ്ടിരിക്കുക. ആളുകളെല്ലാം വന്ന് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച് ഈ സഭയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അനന്യാസിനും സഫീറായ്ക്കും ആഗ്രഹം ഉണ്ടാവുകയാണ് ഇതുപോലെ യേശുവിനെ അനുഗമിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് ചേർന്ന് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അവര് അതിനനുസരിച്ച് അപ്പോസ്തലന്മാരെ കണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം അവരോട് അറിയിക്കുകയും അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വരികയും ചെയ്യുന്ന കാഴ്ചയാണ് അതിന്റെ ആദ്യ ഭാഗത്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരു തെറ്റായ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് ഇവർ വരുമ്പോൾ ഇവർക്കുള്ള സമ്പാദ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിട്ടാണ് സഭയിലേക്ക് ചേരുന്നത്. അവര് പിന്നെ അവർക്ക് വിഭജിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യത്തിന് എന്താണോ വേണ്ടത് അതെല്ലാം വിഭജിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അനന്യാസും സഫീറയും പിശാച് കൊടുത്ത പ്രലോഭനം അനുസരിച്ച് അവർ വിറ്റ ഒരു സമ്പാദ്യത്തിന്റെ ഒരംശം, നല്ലൊരംശം മാറ്റിവെച്ചിട്ട്, ആരും അറിയാതെ മറ്റൊരിടത്ത് അത് മാറ്റിവെച്ചിട്ട് ബാക്കിയാണ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഏൽപ്പിക്കുന്നത്. അതാണ് ഈ ഭാഗത്ത് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഒന്ന് വായിക്കാമോ? 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 5 1 മുതൽ 6 വരെ. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടി ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ ആയിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് ഏറ്റവും മഹാഭയം ഉണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. മതി. അതായത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ വിശദമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അനന്യാസും സഫീറായും അവർക്കുള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അനന്യാസെ, 3-ാമത്തെ വാക്യം, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഈ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ പറ്റിയും യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസിന്റെ ഹൃദയത്തിൽ സാത്താൻ തോന്നിപ്പിച്ചു എന്നാണ് എഴുതി വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ സാത്താന് പറ്റും. നമ്മുടെ മനസ്സിൽ ദുഷ്ടമായ ചിന്തകൾ നിരന്തരം തരാനായിട്ട് ആർക്ക് പറ്റും? സാത്താന് കഴിയും. നമ്മുടെ ഹൃദയത്തെ അവന്റെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എന്തെല്ലാം മലിന ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കാതിരുന്നിട്ട് പോലും നമ്മുടെ ഉള്ളിലൂടെ അത് കയറി പോകാറുള്ളത്. ഇതേപോലെ തന്നെ കോപം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം, അതുപോലെ പുറത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ ലജ്ജാകരമായ ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി, ദ്രവ്യാഗ്രഹം, അങ്ങനെ ദുർമോഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കയറിപ്പോകും. എല്ലാ മനുഷ്യരുടെയും മനസ്സിലൂടെ ഇത് പോകുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികൾ ഇതിന് കീഴ്പ്പെട്ടു പോകും. ചിലരാകട്ടെ ഇതിനെ അതിജീവിച്ച് അവർ ദൈവത്തിന്റെ കൃപയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ, അതുകൊണ്ടാണ് ഈ വചനം വിതയ്ക്കുന്നതിനെ പറ്റി കർത്താവ് പറയുന്നില്ലേ? വചനം വിതയ്ക്കുമ്പോൾ 4 വീഴുന്നുണ്ട്, വഴിയരികിലും പാറസ്ഥലത്തും മുള്ളിനിടയിലും നല്ല നിലത്തും. അപ്പോ ഒരുക്കമില്ലാത്ത ഹൃദയത്തിൽ വചനം വേരൂന്നി വളരുകയില്ലെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു ഒരുക്കവുമില്ലാതെ, ഒരു താല്പര്യവുമില്ലാതെ, വെറുതെ ഒരു പേരിന് വേണ്ടി യേശുവിന്റെ പിന്നാലെ പോയാൽ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വചനം കൊണ്ട് ഹൃദയം നിറഞ്ഞില്ലെങ്കിൽ സാത്താന്റെ വചനങ്ങൾ അതിനകത്ത് നിറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? അവിടെ ദൈവം
തന്റെ ജനത്തോട് പറയുന്ന ഒരു വലിയ നിർദ്ദേശമുണ്ട്. തന്നെ അനുഗമിക്കുന്ന ഒരു ജനസമൂഹത്തെ നോക്കി വിളിച്ചു പറയുകയാണ്. ആവർത്തന പുസ്തകം എടുക്കാം. ആവർത്തനം 6-ന്റെ 6-ഉം 7-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മതി, കണ്ടോ? അതായത് ആദിമ കാലത്ത് തന്നെ ഇസ്രായേൽ ജനത്തോട് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമാണ്, എന്റെ വചനം നിന്റെ എവിടെ ഇരിക്കണം? നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ, വചനം എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു അത് യേശുവാണ്. യേശു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാണ്, പ്രകാശമാണ്. വെളിച്ചം കൊണ്ടും അതുപോലെ തന്നെ പ്രകാശം കൊണ്ടും ഹൃദയം നിറഞ്ഞു നിന്നാൽ, ദൈവവചനം കൊണ്ട് ഹൃദയം നിറഞ്ഞു നിന്നാൽ, ആ ഹൃദയത്തിലേക്ക് സാത്താന് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ ധ്യാനിക്കാനും വചനം പഠിക്കാനും വചനം ഹൃദയസ്ഥമാക്കാനും മനസ്സിൽ ഉരുവിടുവാനും ഒക്കെ പിതാക്കന്മാര് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വചനം വായിച്ചാൽ മാത്രം പോരാ, അത് ധ്യാനിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം എപ്പോഴും. വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നതെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിൽ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ വായിലൂടെ ഒരു ദിവസം എന്തൊക്കെ സംസാരങ്ങൾ വരുന്നു എന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. അതിനകത്ത് യേശു ഉണ്ടോ, അതിനകത്ത് വചനമുണ്ടോ എന്ന് പരിശോധിച്ചാൽ അറിയാം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന്. അത് മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും വെറുപ്പും വിദ്വേഷവും അതുപോലെ ഏഷണിയും കുറ്റാരോപണവും മാത്രമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തില്ല? വചനമില്ല എന്നുള്ളതിന്റെ തെളിവാണ്. വചനമില്ലേ അവിടെ ആര് കയറും? അവിടെ സാത്താൻ കയറും. യേശു ഇല്ലാത്തടുത്ത് അവിടെ അന്ധകാരമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഹൃദയത്തിൽ അത് സാത്താന്റെ പണിപ്പുരയായിട്ട് മാറ്റപ്പെടും. അതുകൊണ്ട് വചനം കൊണ്ട് ചങ്ക് നിറയ്ക്കണം. അനന്യാസിന് സഫീറയ്ക്കൊക്കെ പറ്റിയത്, യേശുവിനെ പറ്റി കേട്ടു, അവര് നോക്കുമ്പോ എല്ലാവരും നല്ല സമൃദ്ധി ജീവിക്കുന്നു, എന്നാ പിന്നെ അതിന്റെ കൂടെ പോവാം, അപ്പോ ഒരു കാര്യം കൂടെ ചെയ്യാം. അപ്പൊ സാത്താൻ അവരുടെ ഉള്ളിൽ കൊടുക്കുന്ന പ്രലോഭനമാണ്, അങ്ങനെ പോയാൽ അവിടുന്ന് എന്തായാലും ഒരു സമ്പാദ്യം കിട്ടും, അതിന്റെ കൂടെ നിങ്ങൾ മാറ്റി വയ്ക്കുന്ന കൂടെ ഉണ്ടെങ്കിൽ അവരെക്കാൾ ഉന്നതരായ ഒരവസ്ഥയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകൾ സാത്താൻ നിരന്തരം നമ്മുടെ ഉള്ളിൽ തരുന്നില്ലേ? അതായത് മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചും വഞ്ചിച്ചും കൈക്കൂലി വാങ്ങിയും അതുപോലെ ഏതെല്ലാം തരത്തിൽ ലോക സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിന് ഒരു മനുഷ്യപ്പറ്റും ഇല്ലാതെ കൊള്ള ലാഭമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും സാത്താൻ തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? വചനം ഹൃദയത്തിൽ വേണം. അതുകൊണ്ടാണ് ഇപ്പൊ യേശുവിന്റെ അടുക്കൽ സാത്താൻ പ്രലോഭനവുമായിട്ട് വന്നു. അങ്ങനെ ഒത്തിരി പ്രലോഭനമുണ്ട്. ഒന്ന്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രലോഭനം, പിന്നെ സാഹസികമായ പ്രവർത്തനങ്ങൾ കാണിക്കാനുള്ള പ്രലോഭനം, അതുപോലെ ശരീരത്തിന്റെ ജഡത്തിന്റെ വിശപ്പിന്മേലുള്ള പ്രലോഭനം, പിന്നെ അങ്ങനെ ഒത്തിരി പ്രലോഭനങ്ങളുമായിട്ട് സാത്താൻ യേശുവിന്റെ അടുക്കൽ പല ആവർത്തി കടന്നു വരുന്നുണ്ട്. നമ്മള് ആദ്യ ഭാഗം മാത്രമാണ്, വിശുദ്ധ മത്തായി 4-ലാണ് 3 പ്രലോഭനമായിട്ട് സാത്താൻ കടന്നു വരുന്നത്. സാത്താനെ ആരാധിക്കാൻ, അങ്ങനെ ലോകം മുഴുവനും അതിന്റെ ആധിപത്യം മുഴുവനും ലഭിക്കുമെന്നുള്ള 3-ാമത്തെ പ്രലോഭനം. ഈ പ്രലോഭനങ്ങളെല്ലാം ഈ യേശു എങ്ങനെയാണ് അതിജീവിച്ചത്? പ്രിയപ്പെട്ടവരെ, യേശു വചനങ്ങൾ എടുത്ത് സാത്താനെതിരെ തൊടുത്തു വിട്ടിട്ടാണ് അതിനെ വിജയിച്ചത്. അതിന്മേൽ കർത്താവിന്റെ ഒരു വലിയ ആധിപത്യം ലഭിച്ചത് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് വചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലൂടെ ഈ തിന്മ കയറി പോകും. പക്ഷെ തിന്മയോട് നമുക്ക് നോ പറയാനായിട്ട് സാധിക്കും. ഇതാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ ഉള്ളിലൂടെ പിശാച് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ മാരക വിശുദ്ധരായി കഴിയുമ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആത്മീയ ജീവിതത്തിൽ വളരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് പിശാച് ഇങ്ങനെ തെറ്റായ നെഗറ്റീവ് തോട്ട്സ് തന്നുകൊണ്ടേയിരിക്കും. ഒരു രോഗം വന്നു, ആത്മീയ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്, ഒരു രോഗം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു ഞെരുക്കം വന്നു,
സാത്താൻ ആദ്യം തരുന്ന ചിന്ത, ദൈവം നിന്നെ ഉപേക്ഷിച്ചു, ദൈവം നിന്നെ കരുതുന്നില്ല, ദൈവം നിനക്കെതിരായി, നീ ദൈവത്തെ അനുഗമിച്ചിട്ടും ദൈവം ഇതാണല്ലോ നിനക്ക് തന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ട് സാത്താൻ ഹൃദയം നിറയ്ക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ വചനം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ അങ്ങനെ കഷ്ടപ്പാടായി, വേദനയായി, രോഗമായി, പ്രയാസമായി, അവിടെ വചനം ഉണ്ടെങ്കിൽ ഫിലിപ്പിയർ 1:29 അവിടെ വചനം എങ്ങനെയാണ്? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു. ഈ വചനം നമ്മുടെ ചങ്കിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ സാത്താൻ തരുന്ന ഈ ചിന്തകളെ ഈ വചനം ഉപയോഗിച്ച് നമുക്ക് പരാജയപ്പെടുത്താനായിട്ട് പറ്റും. അതായത് യേശുവിനെ അനുഗമിച്ചാൽ സുഖവും സമൃദ്ധിയും ഐശ്വര്യവും മാത്രമല്ല, ശീമോന് കിട്ടിയതുപോലെ കുരിശും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും. പൗലോസ് ശ്ലീഹായിക്ക് കിട്ടിയതുപോലെ ചാട്ടവാറ് കൊണ്ട് അടി കിട്ടാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോലുകൊണ്ട് അടിയേക്കാം, കപ്പൽ അപകടത്തിൽ പെടാം, അതുപോലെ പട്ടിണി കിടക്കേണ്ട സാഹചര്യം വരും, അതുപോലെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പൗലോസ് ശ്ലീഹ അതിന്റെ വലിയൊരു വിവരണം തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് നമ്മുടെ ഹൃദയത്തിലായി കഴിഞ്ഞാൽ, അപ്പൊ ഈ വിശുദ്ധർക്കൊക്കെ ഈ കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാത്താനെ, ഈ ഒരു കാര്യമൊന്നും എന്റെ ചിന്തയിൽ തന്നിട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് നീ വിചാരിക്കരുതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. അത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, നിന്റെ ഹൃദയത്തിൽ ദൈവവചനങ്ങൾ ഇല്ലാതിരുന്നു എന്നുള്ളതാണ് അതിന് പറയാനുള്ള മറുപടി. അതിന്റെ ആദ്യ ഭാഗത്ത് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇപ്പോ എന്തിനാ ജീവിത പങ്കാളിയെ ദൈവം തരുന്നത്? അതായത് രണ്ടുപേരുടെയും ജീവിതത്തിൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിത പങ്കാളിയെ ദൈവം തരുന്നത്. അത് മാത്രമല്ല, ഒരാളുടെ ജീവിതത്തിൽ ഒരു തെറ്റോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വശമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്താനുള്ള ഉത്തരവാദിത്വം കൂടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ട്. അതായത് ഭാര്യ, ചേട്ടാ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ ദൈവവിശ്വാസിയായ ഒരു ഭാര്യയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയ പ്രയോജനമൊന്നും ഈ ജീവിതം കൊണ്ട് ഉണ്ടാവില്ല. അതേ സമയത്ത് തന്നെ ഭാര്യയിൽ തെറ്റായ കുറച്ച് വശങ്ങൾ കാണുമ്പോൾ മോളെ ഈ കാണിക്കുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ വലിയ മാരക പാപമാണെന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്താനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ആ കുടുംബ ജീവിതത്തിന് അല്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിന് അധിക താഴോട്ട് വേര് ഇറക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു തീരുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇവിടെ അവിശ്വസ്തതയാണ് കാണിക്കുന്നത്. അതായത് അവിശ്വസ്തത, അനീതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. അതായത് കള്ളത്തരം ഒക്കെയാണ് ഇവരെ ചെയ്യുന്നത്. ഇതെല്ലാം സാത്താന്റെ പ്രലോഭനം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് പാപത്തിലേക്ക് പോകുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ദുരാത്മാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദുരാത്മാവ് വരുന്നത് എന്തിനാ? ദുരാത്മാവ് വരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എടുക്കാമോ? 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചു നോക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാമോ? 10-ാം അധ്യായം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. അതായത് എന്തിനാണ് സാത്താൻ വന്നതെന്നും എന്തിനാണ് യേശു വന്നതെന്നും യേശുവാണ് പറയുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ സാത്താൻ എന്തിനാ വന്നേ? സാത്താൻ നമ്മളെ കൊന്നുകളയാൻ വേണ്ടിയാ. നിത്യ നരകത്തിലേക്ക് വലിച്ചഴച്ച് അവന്റെ കൂടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു എന്തിനാ വന്നേ? യേശു പറയുകയാണ്, ഞാൻ ജീവൻ തരാനും അത് സമൃദ്ധമായിട്ട് തരാനും വേണ്ടിയാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വേദപുസ്തകത്തിൽ ഈ സാത്താന്റെ പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യർക്കൊക്കെ എന്താ സംഭവിച്ചത്? യൂദാസൻ എന്ത് സംഭവിച്ചു? അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതായത് ഭൗതിക ജീവനും നഷ്ടപ്പെട്ടു, ആത്മീയ ജീവനും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതേപോലെ തന്നെ അനന്യാസ്, സഫീറ, ഇവർക്ക് എന്ത് സംഭവിക്കുന്നത്?
അനന്യാസ് ഇത് കഴിയുമ്പോൾ തന്നെ വീണ് പ്രാണനെ വിട്ടു. തീർച്ചയായിട്ടും എൻ്റെ ആത്മാവ് എവിടെ പോകും? സ്വർഗത്തിൽ പോകുമോ? തീർച്ചയായിട്ടും പോവില്ല. സാത്താന്റെ പ്രലോഭനത്തിനനുസരിച്ച് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും അവന്റെ വാസം എവിടെയായിരിക്കും? സാത്താൻ എവിടെ കിടക്കുന്നു അവിടെ പോകേണ്ടി വരും. അതിനുശേഷം ഭാര്യ വരുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഭാര്യ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്, 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സഫീറ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. പ്രിയപ്പെട്ടവരെ, തന്റെ ഭർത്താവ് പോയ അതേ വഴിയിലൂടെ പിശാച് ഈ ഭാര്യയും കൊണ്ടുപോവുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു? ഭർത്താവിന് സംഭവിച്ച അതേ അപകടം ഈ സ്ത്രീക്ക് വന്ന് ഭവിക്കുകയാണ്. അപ്പൊ ആ സമയത്തെങ്കിലും ഇത് ചോദിക്കുമ്പോഴെങ്കിലും മാറ്റി പറയാമായിരുന്നു. മാറ്റി പറഞ്ഞില്ല. അവര് പറഞ്ഞൊത്തതിന് പ്രകാരം, അതായത് ആ ദമ്പതികൾ ഒരാളെ തിരുത്തി നേരായ വഴികളിലൂടെ പോകേണ്ടവരായിരുന്നു. പക്ഷെ തിരുത്താതെ ആ ജീവിത പങ്കാളിയുടെ ദുഷ്പ്രേരണയ്ക്ക് കീഴടങ്ങി അവളും അതേ വഴിയിലൂടെ പോയി ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവൾക്കും അതേ അവസ്ഥ കടന്നു വരുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് വരച്ചിട്ടിരിക്കുകയാണ്. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. അപ്പൊ എന്തിനാണ് ഇവര് പെട്ടെന്ന് മരിച്ചുപോയത്? ഇപ്പൊ ഈ പ്രവർത്തികൾ എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അതായത് അനന്യാസും സഫീറയും ചെയ്ത ഇതേ പ്രവൃത്തി ഇന്ന് എത്രയോ പള്ളികളിൽ നടക്കുന്നുണ്ട്. അതായത് ഈ പള്ളിയുടെ പണമൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ കട്ടെടുക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാമോ? പല മേഖലകൾ എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയും. പ്രിയപ്പെട്ടവരെ, അവർക്കൊന്നും സംഭവിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ആദ്യം നടക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ആദ്യം നടക്കുമ്പോൾ തന്നെ ദൈവം ഒരു താക്കീതായിട്ടാണ് കൊടുക്കുന്നത്. അതല്ലാതെ അനന്യാസ് സഫീറയോടും ദൈവത്തിന് അത്രമേൽ വെറുപ്പുണ്ടായത് കൊണ്ടല്ല. ഈ ഒരു പ്രവൃത്തി അവരുടെ മരണത്തിലൂടെയെങ്കിലും ഇനിയുള്ള ആളുകളെങ്കിലും ഇത് കണ്ട് ഭയപ്പെട്ട് ഈ തെറ്റായ മാർഗം അവലംബിക്കാതിരിക്കാൻ, ഈ പൈശാചിക വഴികളിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ആര് പരിശ്രമിക്കണം? വേദപുസ്തകത്തിലൊക്കെ ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ, നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോ ഞാൻ ദാവീദിന്റെ ജീവിതം എടുത്ത് വായിക്കുമ്പോൾ ശരിക്കും ദാവീദിന്റെ ജീവിതത്തിലെ മൈന്യൂട്ടായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ പോലും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദാവീദിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ നെഗറ്റീവായിട്ടുള്ള വശം? നല്ലത് മാത്രം എഴുതി വെച്ചാൽ പോരെ? പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കുമ്പോൾ ദാവീദിനെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഇത് വേദപുസ്തകത്തിൽ എഴുതി വെപ്പിച്ചേ. കാരണം ദാവീദിനെ പറ്റി ദൈവം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനാണെന്ന്. അപ്പൊ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ തെറ്റായ വഴികളിലൂടെ പോയപ്പോ അവനെ വലിയ ശിക്ഷകളും വലിയ പ്രയാസങ്ങളും ഞെരുക്കവും കഷ്ടപ്പാടും കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ അവനുണ്ടാകുന്നുണ്ട്. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അനുഗ്രഹവും സമൃദ്ധിയും പിന്നീട് രാജ്യത്വത്തിൽ നല്ല മികവോടുകൂടെ ഇരിക്കുന്ന നാളുകളും ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതം വായിക്കുമ്പോൾ ദാവീദിനെ പോലെ വിശ്വസ്തയോടും വിശുദ്ധിയോടും അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തോടും കൂടെ ജീവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് ആ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ അത് വായിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ദൈവം എന്തുമാത്രം പ്രയാസങ്ങളിലൂടെ കടത്തിവിടുന്നുണ്ട്. അപ്പോ ഞാനും ഇങ്ങനെ പോയാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ എനിക്കും ഉണ്ടാകുമെന്ന് ഒരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നദ്ധിയിൽ വക്രത കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യം, ഇത് പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇപ്പൊ കുടുംബസ്വത്ത് വിഭജനം നടത്തും.
അവിടെയും എന്താണ്, അവിടെ എന്തുമാത്രം അനീതികളാണ് നടക്കുന്നത്. അതായത് തുല്യമായിട്ട് വിഭജിക്കേണ്ടതിന് പകരം പലരെയൊക്കെ സ്വാധീനിച്ചിട്ട് അപ്പനെ അമ്മയൊക്കെ, മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പനെ അമ്മയൊക്കെ കൂടുതൽ അങ്ങ് പ്രീതിപ്പെടുത്തിയിട്ട് അപ്പന്റെ അമ്മയുടെ പേരിൽ കുറെ എഴുതി വെച്ചിട്ട് അത് വേറൊരു മകൻ കൈക്കലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊന്നും എന്താണ്, ഇതൊന്നും അനുഗ്രഹത്തിനായി തീരില്ലെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് പേരുടെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത്ര വിശദമായിട്ട് ഇത് എഴുതി വെപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ പിശാച് തരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ചങ്കിനകത്ത് വചനം നിറയണം. ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നീതിബോധം ഉണ്ടാകും. അതേപോലെ തന്നെ ഈ നീതിബോധം വന്നു കഴിഞ്ഞാൽ തിന്മ കണ്ടാൽ അതിനോട് കൂട്ടുകൂടാനായിട്ട് പോവില്ല. നമ്മുടെ ചിന്തകളാണ് സാത്താൻ ഏറെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ആ ചിന്തകളെ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ ചിന്തകളിൽ എന്ത് നിറയണം? ദൈവത്തിന്റെ വചനം നിറയാനായിട്ട് ഇടയാകണം. അങ്ങനെ വചനം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്തകളെയൊക്കെ അതിജീവിക്കാൻ, സാത്താനെ പരാജയപ്പെടുത്താൻ, ആത്മീയ യുദ്ധത്തിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് 12 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. അപ്പോ അപ്പോസ്തലന്മാര് വീണ്ടും ആത്മാവിൽ ബലപ്പെട്ട് അവരുടെ ശുശ്രൂഷകൾ ശക്തിയോടുകൂടെ ചെയ്തു പോവുകയാണ്. ഇതിന്റെ ബലം എന്താണ്? അത് നമ്മളിവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കിയതാണ്. തന്റെ ഇങ്ങനെയാണ്: നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് ആ ആദിമ ക്രൈസ്തവ സമൂഹം കൂടിയിരുന്ന് ഉപവാസത്തോടും കണ്ണുനീരോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ അപ്പോസ്തലന്മാർക്ക് വീണ്ടും കൂടുതൽ കൃപകളും കൂടുതൽ തീക്ഷ്ണതയും ആര് കൊടുക്കുകയാണ്? ദൈവം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അപ്പോ കൊടുക്കുന്ന സമയത്ത് കണ്ടോ 14-ാമത്തെ വാക്യം, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. ഇനിയുള്ളത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുവരെ പത്രോസ് അപ്പോസ്തലനൊന്നും ഇല്ലാത്ത വലിയ അഭിഷേകം, വലിയ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. യേശുവിനെക്കാട്ടിൽ ഒരു പവർ കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനെക്കാട്ടിലും വലുത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. യേശു നടന്നു പോകുമ്പോൾ രോഗികളെ വഴിയിൽ കടത്തി യേശുവിന്റെ നിഴല് വീഴുമ്പോ രോഗികൾ സുഖപ്പെട്ടതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ നടന്നു പോകുമ്പോൾ 15-ാമത്തെ വാക്യം, രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. എന്തുമാത്രം ശക്തി കൊണ്ട്, ആത്മശക്തി കൊണ്ടായി. പത്രോസ് എന്ന വളരെ ദുർബലനായിരുന്ന, വലിയ വിജ്ഞാനിയൊന്നും അല്ലാതിരുന്ന, വെറും മീൻപിടുത്തക്കാരനായിരുന്ന ഒരു പത്രോസ് എന്ന മനുഷ്യൻ, അദ്ദേഹം നടന്നു പോകുമ്പോൾ തന്നെ, അദ്ദേഹത്തിന്റെ നിഴലടിക്കുമ്പോൾ തന്നെ രോഗികൾ സുഖപ്പെടുകയാണ്. പിശാച് ബാധിതരിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹത്തിന്റെ നിഴലടിക്കുമ്പോൾ പിശാച് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അങ്ങനെയായത്? അതിന്റെ കാര്യമാണ് നേരത്തെ വായിച്ചത്. നിന്റെ ദാസന്മാർക്ക് ഇതിനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം അവരുടെ പുറകിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവരും വളരെയേറെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധിയോടുകൂടെ തങ്ങളെ ഏൽപ്പിച്ച താലന്ത് ദൈവജനത്തിന് നന്നായിട്ട് വ്യാപാരം ചെയ്യുന്നവരായി മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ട്. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് പോകുമ്പോഴാണ് ഈ വലിയ കൃപകളും വലിയ അനുഗ്രഹങ്ങളും വലിയ അത്ഭുതങ്ങളും ഉണ്ടാവുകയും അനേകർ ക്രൈസ്തവ സഭയിലേക്ക് കൂടി വരികയും ചെയ്യുന്നതിനെ പറ്റി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇപ്പൊ 2 പ്രാവശ്യമായി യേശുക്രിസ്തുവിന്റെ വചനം പ്രഘോഷിച്ച് യേശുവിലൂടെയുള്ള, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ ഇടപെടുന്ന വ്യക്തികളുണ്ട് അതിനെതിരായി. അതായത് മഹാപുരോഹിതന്മാരും സാധുക്യരും പരീശന്മാരും
ഇതിനു മുമ്പേ 2 പ്രാവശ്യം ഇടപെട്ടു. ഇനി മേലിൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് താക്കീത് കൊടുത്തു. പക്ഷെ വീണ്ടും ഇവര് ശക്തിപ്പെട്ട് യേശുവിന്റെ വചനം പ്രഘോഷിച്ച് അതിനേക്കാട്ടിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ 17-ാമത്തെ വാക്യം മുതൽ വീണ്ടും ആര് പ്രത്യക്ഷപ്പെടുകയാണ്? പിന്നെ മഹാപുരോഹിതനും സാദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. അപ്പൊ പിന്നെ അപ്പോസ്തലന്മാരെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ അവരെ പിടിച്ച് തടവിൽ ആക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെ തടവിലാക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? എങ്ങനെയാണ് തടവിലാക്കാൻ ഒരു പ്രേരണ കിട്ടിയത്? ഇത് കേട്ട ആർക്കെങ്കിലും പറയാമോ? പിന്നെ മഹാപുരോഹിതനും സാധുക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയത്? പൊതു തടവിലാക്കിയത് എന്തുകൊണ്ട്? ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്. തെറ്റിക്കോട്ടെ, പറഞ്ഞോ. അസൂയ. അസൂയ കൊണ്ടാണ്. എന്താ ഞാൻ മറുപടി പറയണതിന് താമസം? അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കുകയാണ്. കാരണം ശരിക്കും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദൈവിക കൃപകളും പ്രവർത്തിക്കേണ്ടത് ആരായിരുന്നു? ഈ മഹാപുരോഹിതനും അതിന് സാധൂക്യർ എന്ന് പറയുന്ന സാധൂക്യ വിഭാഗത്തിലാണ് പുരോഹിതന്മാർ. ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു ഇത് ചെയ്യേണ്ടത്. ദൈവജനത്തെ ദൈവത്തിന്റെ വഴികളിലൂടെ നടത്തി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ദൈവരാജ്യം വളർത്തിയെടുക്കേണ്ട ചുമതലയുണ്ടായിരുന്നവർ സ്വന്തം രാജ്യം വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ചുമതല അപ്പോസ്തലന്മാരെ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ അവരോട് അസൂയ തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അസൂയ എവിടെ നിന്ന് വരുന്നത്? അസൂയ വേദപുസ്തകത്തിൽ ഒത്തിരി ഇടങ്ങളിൽ അസൂയയെ പറ്റി എഴുതി വെക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് 15:9 ഒന്ന് വായിക്കാമോ? വിശുദ്ധ മർക്കോസ് 15:9 വായിച്ചേ. വിശുദ്ധ മർക്കോസ് 15:9. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്. കണ്ടോ, പീലാത്തോസിന് പോലും മനസ്സിലാവുകയാണ് യേശുവിനെ മഹാപുരോഹിതന്മാർ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അസൂയ കൊണ്ടാണ്. അതായത് ജനമെല്ലാം യേശുവിന്റെ പിന്നാലെയായി. ഇവിടെ പത്രോസും കൂടെയുള്ള അപ്പോസ്തലന്മാരുടെ പിന്നാലെയാണ് ആര്? ജനമെല്ലാം. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? അവർക്ക് അസൂയ ഉണ്ടാവുകയാണ്. ആളുകളെല്ലാം പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അസൂയ. പിശാച് ഇങ്ങനെ ഹൃദയത്തിൽ അസൂയയുടെ വിത്ത് പാകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വിത്ത് പാകി അത് മുഴുത്തു വരികയാണ്. ഇനി ഒരിടത്ത് കൂടെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 37-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 37:11. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ഇതാരെ പറ്റി പറയുന്നതെന്ന് പറയാൻ പറ്റുമോ? യോസെഫിനെ പറ്റി. യോസെഫിനെ പറ്റി പറയുന്നതാണ്. യോസെഫിന്റെ അപ്പൻ അവന് നല്ലൊരു നീല അങ്കി അവനോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. അത് മാത്രമല്ല, യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അതായത് സൂര്യനും ചന്ദ്രനും അവനെ വണങ്ങുന്നതായിട്ടും അതുപോലെ 12 കറ്റകൾ കൊയ്ത് കഴിയുമ്പോൾ 12 കറ്റകളും യൗസേപ്പിന്റെ കറ്റയുടെ മുമ്പാകെ വണങ്ങുന്നതൊക്കെ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ ഇവൻ ഞങ്ങളെക്കാട്ടിലും വലിയവനാകുമെന്നുള്ള തിരിച്ചറിവ് വരുമ്പോ യൗസേപ്പിനോട് എന്ത് തോന്നുകയാണ്? അസൂയ തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, അസൂയ എന്നത് പിശാച് തരുന്ന നമ്മളത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഈ അസൂയ തോന്നിയതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചേ? അസൂയ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ ഭാഗത്തും ഇതേ അസൂയ നമുക്ക് ആദമിന്റെ മക്കളുടെ ആദ്യത്തെ 2 മക്കളുടെ ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലേ? ഈ അസൂയയിലൂടെ എന്താ സംഭവിക്കുന്നത്? അസൂയ ഇങ്ങനെ മുഴുത്ത് വരുമ്പോ എന്ത് സംഭവിക്കുമെന്ന് പറയാമോ? അത് കൊലപാതകത്തിലേക്ക് പോവുകയാണ്, അല്ലേ? സ്വന്തം സഹോദരനെ ആദ്യം കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം. അസൂയ, സാത്താൻ ആദ്യം ഇട്ടുകൊടുത്ത അസൂയ എന്നൊരു തീപ്പൊരിയാണ് അദ്ദേഹത്തെ ആ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ യൗസേപ്പിന്റെ ജീവിതത്തെ
കൊന്നുകളയാനുള്ള പദ്ധതികൾ പിന്നീട് ഇനി അങ്ങോട്ടുള്ള അധ്യായങ്ങൾ 37 കഴിഞ്ഞുള്ള അധ്യായങ്ങൾ നോക്കിയാൽ മതി. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ കടന്ന് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വളരെ ദാരുണമായ ഒരു അന്ത്യത്തിന് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ രൂപേന് മനസ്സിലവ് തോന്നി വലിച്ചു കയറ്റി. പക്ഷെ അസൂയ എപ്പോഴും ഉള്ളിലുള്ളതുകൊണ്ട് അവനെ അടിമയായിട്ട് വിറ്റ് കളയുകയാണ്. അപ്പോഴും അറിയാം ഇവൻ അടിമയായിട്ട് വിറ്റ് പോയി കഴിഞ്ഞാൽ ഇവന് നാശം തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടു കൊടുക്കുമ്പോഴും അസൂയയാണ് യേശുവിനെ കൊല്ലാനായിട്ട് ഇവർക്ക് പ്രേരണ കൊടുക്കുന്നത്. ഇപ്പോ ഈ ഭാഗത്ത് പത്രോസിനെയും കൂടെയുള്ള അപ്പോസ്തലന്മാരെയും തടവിലാക്കി. എന്തിനു വേണ്ടിയാ? അവരെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാ. പക്ഷെ ജനസമൂഹം മുഴുവനും ഇവരുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് കൊല്ലാനായിട്ട് പറ്റുന്നില്ല. കാരണം കൊന്നു കഴിഞ്ഞാൽ ജനമെല്ലാം തിരിഞ്ഞ് ഇവരെ കൊന്നുകളയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയമുള്ളത് കൊണ്ട് കൊല്ലാതെ തടവിലാക്കി ഈ ഇവരുടെ വചന ശുശ്രൂഷ മേഖലകളെല്ലാം കൊട്ടിയടയ്ക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്യം കൂടെ അസൂയയെ പറ്റിയുള്ളത് വായിക്കാം. സദൃശവാക്യം 14:30. സദൃശവാക്യം 14 അധ്യായം 30 വാക്യം വായിച്ചേ. സദൃശവാക്യം 14:30. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. അസൂയയോ എന്താണ്? അസ്ഥികൾക്ക് ദ്രവത്വം. അതായത് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ അസ്ഥികളാണ്, അല്ലേ? ഒരു സംശയമില്ല. മാംസം മാത്രമാണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ? ഇല്ല. വെറുതെ ഒരു ചാക്കിനകത്ത് കുറെ സാധനങ്ങൾ നിറച്ച എങ്ങനെ ഇരിക്കുവോ അതുപോലെ ഇരിക്കുകയുള്ളൂ. ഇപ്പൊ എനിക്കിങ്ങനെ കൈ ഉയർത്താനും അതുപോലെ ഇങ്ങനെ തല ഉയർത്തിയിരിക്കാനും അതുപോലെ എനിക്ക് നടക്കാനും ഒക്കെ കഴിയുന്നത് എൻ്റെ ശരീരത്തിൽ ദൈവം അസ്ഥികൾ തന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അസ്ഥി ദ്രവിച്ചു പോകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അസ്ഥി ദ്രവിച്ചു പോകുന്നു പറഞ്ഞാൽ അത് ഒരു വാചകാർത്ഥത്തിൽ എടുക്കരുത്. അസ്ഥി ദ്രവിച്ചു പോകുന്നു പറഞ്ഞാൽ നിന്റെ അസ്തിത്വത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും. നിന്റെ നിലനിൽപ്പ് അസൂയ കൊണ്ട് നിറഞ്ഞൊരു ഹൃദയമായി തീർന്നു കഴിഞ്ഞാൽ നിന്റെ നിലനിൽപ്പില്ലാതായി തീരും. ഇനി അങ്ങോട്ട് താഴത്തേക്ക് വായിച്ച് ഇപ്പൊ താഴത്തേക്കല്ല, നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യങ്ങളിലേക്ക് പോയി നോക്കിയേ. അസൂയ കൊണ്ട് നിറഞ്ഞ ജീവിതങ്ങളെല്ലാം അവസാനം വലിയ വിനാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ മഹാപുരോഹിതന്മാർക്കും അതുപോലെ യൗസേപ്പിന്റെ സഹോദരന്മാർക്കും കൊടിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ യൗസേപ്പിന്റെ പ്രാർത്ഥന കൊണ്ടും ആ അപ്പന്റെ നല്ല ജീവിതം കൊണ്ടും ഒക്കെ അവർക്കിടയിലേക്ക് വലിയ തകർച്ച വരാതെ അവർക്ക് ഈ യൗസേപ്പിന്റെ കാൽക്കീഴിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ വേണമെങ്കിൽ യൗസേപ്പിനെ കൊന്നുകളയാമായിരുന്നു. പക്ഷെ യൗസേപ്പ് നീതിമാനായതുകൊണ്ടും ദൈവഭക്തനായതുകൊണ്ടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവനായിരുന്നതുകൊണ്ടും അദ്ദേഹം അത് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അസൂയ അസ്ഥികളെ ദ്രവിപ്പിക്കും. അതുകൊണ്ട് ആരോടും അസൂയപ്പെടരുത്. അസൂയ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? അസൂയ വരാതിരിക്കാൻ നമുക്ക് അസൂയ തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെ കാട്ടിലും നല്ല ഒരു വാഹനം ഒരു ആള് നാളെ പള്ളി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഈ അസൂയ സാത്താൻ വിതയ്ക്കും. പിന്നീട് നമ്മളെക്കാട്ടിലും ഉന്നത വിജയം ഒരാൾക്കുണ്ടായാൽ, അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും അവന്റെ ബിസിനസ് മേഖലയിൽ എന്താണെങ്കിലും അസൂയ എങ്ങനെ പിശാച് തരാനായിട്ട് തുടങ്ങും. നമ്മളെക്കാട്ടിലും സൗന്ദര്യമുള്ളവരെ കണ്ടാൽ നമുക്ക് അസൂയ തോന്നാൻ തുടങ്ങും. നമ്മളെക്കാട്ടിലും കഴിവ് ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥത, അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അത് അസൂയയാണ്. അത് അസ്വസ്ഥതയുണ്ടോ? അത് അസൂയയാണത്. ഉള്ളിൽ അസൂയ ഉള്ളത് കൊണ്ടാണ് അവരെ നമുക്ക് കാണുമ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല, തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, അവരെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അത് അസൂയയാണ്. പിന്നീട് അപ്പൊ ഈ അസൂയ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അസൂയ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ മുകളിലുള്ളവരിലേക്ക് കാര്യമായിട്ട് നോക്കാതിരുന്നാൽ മതി. നമ്മുടെ താഴെ എന്തുമാത്രം ആളുകളുണ്ട്. നമ്മുടെ എത്ര പോലും സൗന്ദര്യമില്ലാത്തവർ, നമ്മുടെ എത്ര പോലും ഒരു കഴിവുമില്ലാത്ത മനുഷ്യർ, നമ്മുടെ എത്ര പോലും ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാത്ത ആളുകൾ, നമ്മുടെ എത്രയോ ഒന്നും ഒരു കഴിവോ ഒന്നുമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കാതെ താഴത്തേക്ക് ഈ ആളുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ മുകളിലാണ് എന്ന് മനസ്സിലാക്കാനും ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് സാധിക്കും.
ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. അതിന് എനിക്ക് നിങ്ങൾ പൈസ തരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് അറിയാം, ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഞാന് അത്യാവശ്യം പ്രസംഗിക്കുന്ന ഒരു അച്ഛനാണെന്ന് നിങ്ങൾക്ക് അറിയാം. എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു പ്രസംഗിക്കണം. ഒത്തിരി നന്നായിട്ട് പ്രസംഗിക്കുന്ന അച്ഛന്മാരെയൊക്കെ കണ്ട് വളർന്നപ്പോൾ എനിക്കും ഇതുപോലെ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വളരാൻ തുടങ്ങി. പക്ഷെ എന്നെക്കാട്ടിലും എൻ്റെ ബാച്ചിൽ പഠിച്ചവരും എൻ്റെ സീനിയേഴ്സും ഒക്കെ കൂടുതലായിട്ട് നന്നായിട്ട് ശോഭിക്കുന്നത് കാണുമ്പോൾ എനിക്ക് രണ്ടു തരത്തിൽ ഇടപെടാൻ പറ്റും. എനിക്ക് അസൂയയോടുകൂടി അവരെ വീക്ഷിക്കാൻ പറ്റും. രണ്ടാമത് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാമോ? എനിക്ക് അത് കണ്ടിട്ട് ഒരു പ്രചോദനം എൻ്റെ ഉള്ളിൽ രൂപീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അയ്യോ, അവര് നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, അതിനെക്കാട്ടിലും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യണം, നന്നായിട്ടൊന്ന് കഷ്ടപ്പെടണം, നന്നായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയണം. ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അസൂയയെ തളർത്താൻ രണ്ട് മാർഗമുണ്ട്. നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കാതെ താഴെയുള്ളവരിലേക്ക് നോക്കുക. ഇനി മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ, ഇപ്പൊ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ രാപ്പകലില്ലാതെ രാവും പകലും കടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ എന്ത് ചെയ്യണം? അത് നമുക്കൊരു പ്രചോദനമാകണം. അതായത് കഷ്ടപ്പെടണം, നന്നായിട്ട് അധ്വാനിക്കണം. അപ്പൊ എന്തുണ്ടാകും? സമ്പത്തുണ്ടാകും, ഒരു സംശയമില്ലാത്ത കാര്യം. അതേപോലെ ഒരാൾക്ക് എന്തെങ്കിലും വേറെ നല്ല കഴിവുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ആ കഴിവിനനുസരിച്ച് വളരാനുള്ള സാധ്യത നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളത് പൊടിതട്ടി എടുക്കണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ അതൊരു പ്രചോദനമാക്കി നമ്മുടെ മുകളിലുള്ളവരുടെ കഴിവുകളും അവരുടെ വളർച്ചയും ഒക്കെ നമ്മൾ എടുത്താൽ മതി. അങ്ങനെയല്ലേ ഒത്തിരി ആളുകൾ വലിയ ശ്രേഷ്ഠരായി തീർന്നത്. ഒത്തിരി ആളുകളെ പ്രചോദനമായി തീർന്നുകൊണ്ടല്ലേ അനേകർ വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ വലിയ വലിയ കഴിവുകളുടെ ഉടമകളായിട്ട് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് സാത്താൻ തരുന്ന അസൂയയ്ക്ക് വിധേയപ്പെടാതെ അതിനെ അതിജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 19-20. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പെന്ന് പറഞ്ഞു. കണ്ടോ, രാത്രിയിൽ ആര് വന്നു? ദൈവത്തിന്റെ ദൂതൻ. അതായത് ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്ന് അവരെ കാരാഗൃഹവാതിൽ തുറന്ന് അവരോട് ജീവന്റെ വചനം ജനത്തോട് പ്രസ്താവിപ്പാൻ വേണ്ടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിന് വിലങ്ങില്ല. വചനം പ്രഘോഷിക്കുന്നവരെ തടയാൻ പറ്റും, പക്ഷെ വചനത്തെ തടയാൻ ഒരു സാത്താനും പറ്റില്ല. അത് പ്രഘോഷിക്കപ്പെടേണ്ടടുത്ത് പ്രഘോഷിക്കപ്പെടേണ്ട രീതിയിൽ തന്നെ ദൈവം പ്രഘോഷിപ്പിക്കും. അത് കേട്ട് വിശ്വസിച്ച് ജീവിതത്തിൽ നന്മയുള്ള വശങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആക്കിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം ഇടപെടുകയാണ്. അവരെന്നിട്ട് വീണ്ടും എവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്നോ അവിടെ തന്നെ ചെന്ന് അവർ പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല എന്നറിയിച്ചു. ഈ വാക്ക് കേട്ട ദേവാലയത്തിന്റെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായി തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അതായത് ഇവര് എന്തെല്ലാം പരിശ്രമിച്ചിട്ടും ദൈവത്തിന്റെ വഴികളെ തടയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോ ഇവരിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അപ്പോൾ ഓരോരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ അപ്പോൾ ഒരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നുവെന്ന് ബോധിപ്പിച്ചു. അങ്ങനെ ഇതാ, നിങ്ങൾ തടവിലാക്കിയവർ എവിടുന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നോ അവിടെ നിന്ന് വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് പറയുമ്പോൾ വീണ്ടും അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരെ വീണ്ടും ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും അതിനുള്ള മറുപടിയായിട്ട് 29-ാമത്തെ വാക്യത്തിൽ അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ
ഉയർത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം എന്തിനാണ് യേശുവിനെ ഉയർത്തി വെച്ചിരിക്കുന്നത്? അതിന് ഉള്ള രണ്ട് ഉത്തരമാണ് ഇസ്രായേലിന് മാനസാന്തരം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ നിയമ ഇസ്രായേലാണ്. ഇസ്രായേലിന് മാനസാന്തരവും മാനസാന്തരത്തിന് ശേഷം പാപമോചനവും ലഭിക്കാൻ, പാപമോചനം ലഭിച്ചാലേ എവിടെ കയറുള്ളൂ, കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ പ്രഭുവും രക്ഷിതാവുമായി തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. 32-ാമത്തെ വാക്യം, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ മറ്റൊരു വലിയൊരു ആത്മീയ രഹസ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്, ഇനിയും കിട്ടും. പക്ഷെ കിട്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് ഈ ഒരു വാക്യത്തിൽ കിടക്കുന്നുണ്ട്. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ അതിലെ ഒരു മാനദണ്ഡം എന്താണ്? പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്താണ്? മറുപടി പറയാൻ പറ്റുമോ? ഉത്തരം പറയാൻ പറ്റുമോ? ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് ദൈവം എന്ത് കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുക, വാക്കുകൾ കേൾക്കുക. അതാണ് വേദപുസ്തകം. ഇതെടുത്ത് വായിക്കാതെ എങ്ങനെ അനുസരിക്കാൻ പറ്റും? ഇത് വായിച്ച് അനുസരിക്കാതെ എങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കണമെങ്കിൽ വചനം വായിക്കണം, അത് മനസ്സിലാക്കണം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കണം. ചിലപ്പോൾ വീഴ്ചകൾ വരാം, വീണ്ടും വീണ്ടും എഴുന്നേൽക്കണം. ആ വീഴ്ചകളിൽ ദൈവം തന്നെ നമ്മളെ ബലപ്പെടുത്തും. അപ്പോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിനെ അതിശക്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം തരാനായിട്ട് ഇടയായിത്തീരും. പിന്നീട് 33 മുതലുള്ള വാക്യങ്ങളിൽ താഴത്തേക്ക് വായിക്കുമ്പോൾ സംഭവിക്കുന്ന ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം. വീണ്ടും ഇവര് കോപക്രാന്തന്മാരായിട്ട് ഈ അപ്പോസ്തലന്മാരെ കൊന്നുകളയാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഗമാലിയൽ എന്ന് പറയുന്ന ഒരു പരീശൻ, നീതി നിഷ്ഠനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തലന്മാരെ പുറത്താക്കിയിട്ട് ആ സൻഹെദ്രീം സംഘത്തിൽ ബാക്കി 70 പേരോട് അദ്ദേഹം സംസാരിക്കുകയാണ്. മറ്റ് പുരോഹിതന്മാരോടും മഹാപുരോഹിതന്മാരോടും എല്ലാം അദ്ദേഹം സംസാരിക്കുകയാണ്. ഇസ്രായേൽ പുരുഷന്മാരെ, അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളുകയും. എന്നിട്ട് അദ്ദേഹം ഇതിനു മുമ്പ് ഇതേപോലെ തങ്ങൾ ദൈവമാണെന്നും അല്ലെങ്കിൽ ദൈവമാണ് തങ്ങളെ അയച്ചതെന്നും പറഞ്ഞ് വന്ന 2 പേരുടെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. മുമ്പേ ത്യൂദാസ് എന്നൊരുവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടിയെങ്കിലും അവൻ നശിച്ചു. പിന്നീട് യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി, ഗലീലക്കാരനായ യൂദ, അദ്ദേഹം ഇതേപോലെ ഒത്തിരി പിശാചിന്റെ ശക്തി ഉപയോഗിച്ച് ഒത്തിരി അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അനേകരെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആക്കി. പക്ഷെ അവനും നശിച്ചുപോയി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 38-ാമത്തെ വാക്യത്തിൽ ഗമാലിയേൽ വളരെ ജ്ഞാനപൂർവമായ ചില നിർദ്ദേശം ഈ സൻഹെദ്രീം സംഘത്തിലുള്ളവർക്ക്, ഇസ്രായേലിന്റെ നേതൃനിരയിലുള്ളവർക്ക് കൊടുക്കുകയാണ്. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികം എങ്കിലും നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നുവെന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. കണ്ടോ, ഒരു മനുഷ്യന്റെ ഇടപെടല് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വളരെ ജ്ഞാനിയായ നീതിനിഷ്ഠനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ജ്ഞാനത്തോടു കൂടെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ പ്രവൃത്തി ഇത് മാനുഷികമാണെങ്കിൽ തീർച്ചയായിട്ടും ത്യൂദോസം അതുപോലെ യൂദ നടത്തിയത്, ആ പ്രവർത്തികൾ അവർ നശിച്ചതുപോലെ ഇത് നശിച്ചു പോകും. നിങ്ങൾ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കേണ്ടതില്ല. എന്നാൽ ഇത് ദൈവീകമാണെങ്കിൽ ഇതിനെ നശിപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുകയില്ല. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെന്ന് ആയി തീരുമല്ലോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവരത് കേട്ടിട്ട് അനുസരിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നീട് 40 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്, 40 മുതലുള്ള വാക്യങ്ങൾ താഴത്തേക്ക്. 5-ാം അധ്യായം 40 മുതൽ. ആർക്കും കിട്ടിയില്ലേ?
അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു ഇനി വായിച്ചോ? യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീട് തോറും ഇടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കണ്ടോ? അതിനുശേഷം എന്താ ചെയ്യുന്നത്? അപ്പോസ്തലന്മാരെ വരുത്തി അവരെ അടിപ്പിക്കുകയാണ്. അപ്പൊ അടി കൊണ്ട് കഴിയുമ്പോ എന്ത് സംഭവിക്കുന്നത്? സാധാരണ നമുക്ക് അടി കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് ജീവിക്കുകയും നമ്മൾ നന്നായിട്ട് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു അടി കിട്ടുക എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? അതോടുകൂടെ വിശുദ്ധിയും നിൽക്കും, പ്രാർത്ഥനയും നിൽക്കും, പിന്നെ ബാക്കിയുള്ള നല്ല വശങ്ങളെല്ലാം നിൽക്കും, ബാക്കിയുള്ളതെല്ലാം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. പക്ഷെ ഇവിടെ അപ്പോസ്തലന്മാർ എന്താ ചെയ്യുന്നത്? 41 വാക്യം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. എന്തുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റിയേ? ഒരു തുള്ളിച്ചാടി അവിടെ നിന്ന് വലിയ സന്തോഷത്തോടു കൂടെ അടി കൊണ്ടു കഴിഞ്ഞപ്പോ അവര് പോവുകയാണ്. അതിന്റെ കാരണം തിരുനാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനായിട്ട് സാധിച്ചു എന്നുള്ള സന്തോഷം. അത് എവിടെ കിടക്കുന്നേ? ഇതൊക്കെ വചനത്തിൽ കിടപ്പുണ്ട്. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. അത് ഗിരിപ്രഭാഷണത്തിലാണ്. 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു നോക്കുകയും. വിശുദ്ധ മത്തായി 5:11. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. കണ്ടോ? കർത്താവ് ഇത് എത്രയോ നാളുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചതാ. ശരിക്കും അതല്ലേ ഇവരിപ്പോ ചെയ്യുന്നത്? അതായത് പഴിയും ഉപദ്രവവും അടിയും കൊണ്ട് കഴിയുമ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. പ്രിയപ്പെട്ടവര്, നമുക്ക് എന്താ സന്തോഷിക്കാൻ പറ്റാത്തത്? നമ്മുടെ ഈ ലോകത്തിലാണ് മനസ്സ് കിടക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഇങ്ങനെ ഉപദ്രവവും പഴിയും ദുഷിയും അടിയും ഒക്കെ കൊണ്ടു കഴിയുമ്പോൾ എന്താ? നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ അടി കൊണ്ടപ്പോ ഇവർക്ക് മനസ്സിലായി, സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു. അവരെന്ത് ചെയ്യുക? അവര് സന്തോഷത്തോടുകൂടെ ദൈവത്തിന് പാട്ടുപാടിക്കൊണ്ട് നന്ദി പറയുന്ന സാഹചര്യമാണ് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും യേശുവിന്റെ വഴികളിലൂടെ പോകുമ്പോ, ഭക്തി മാർഗത്തിലൂടെ കടന്നു പോകുമ്പോ, പിശാച് നേരിട്ടും പിശാച് മനുഷ്യരിലൂടെയും നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ പ്രയാസപ്പെടുത്തും, നമ്മളെ ഞെരുക്കും, നമുക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കും, നമ്മുടെ പേര് വിടക്കുന്നവരെ എണ്ണും, നമ്മളെ പറ്റി ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കും. ചിലപ്പോൾ അടി കൊള്ളേണ്ട സാഹചര്യം വരും. അപ്പൊ എന്ത് ചെയ്യണം? ഈ വചനമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവമേ എന്റെ പ്രതിഫലം വർദ്ധിക്കുകയാണല്ലോ, നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, ഈ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് വെറുപ്പ് തോന്നും. കാരണം എന്താ? നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് മനോഭാവം ഉണ്ടാകേണ്ടത്? സ്നേഹം ഉണ്ടാകേണ്ടത്. സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 5-ാം അധ്യായവും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അതിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് സഹായിച്ചു. ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടുകൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഈ സമയം വേർതിരിക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, അപ്പോസ്തല പ്രവൃത്തിയിലെ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും, ദൈവമേ പുതിയ നിയമ സഭയുടെ ആരംഭ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ വെളിച്ചം ലഭിപ്പാനും, ഞങ്ങളുടെ ജീവിതം ഈ അന്ത്യകാല സഭയിൽ ജീവിക്കുന്ന ഞങ്ങൾ, ദൈവമേ ആദ്യകാല സഭയിലുണ്ടായിരുന്ന ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ഞങ്ങൾക്ക് തന്ന ദൈവിക വഴികളിലൂടെ മുന്നോട്ട് പോകാൻ, അവരെ പോലെ വിശ്വസ്തരും വിജ്ഞാനികളും ആയിത്തീരുവാൻ, വിശുദ്ധിയുള്ളവരും വലിയ വിശ്വാസമുള്ളവരുമായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അനന്യാസ് സഫീറ ദമ്പതികളെ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. കർത്താവെ, അവരുടെ ഹൃദയത്തെ പിശാച് എങ്ങനെയാണ് പ്രലോഭനത്താൽ കീഴ്പ്പെടുത്തിയതെന്നും, പിശാച് അവരെ കീഴ്പ്പെടുത്തിയത് അവരെ നശിപ്പിക്കാനാണെന്നും, ആത്യന്തികമായ നാശമാണ് സംഭവിച്ചതെന്നും
ദൈവമേ ഞങ്ങളെ അവിടുന്ന് കാണിച്ചു തന്നല്ലോ. അതുകൊണ്ട് അനീതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ, തെറ്റായ വഴികളിലൂടെ പോകാതെ, കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്തിലൂടെ വിശ്വസ്തയോടും വിശുദ്ധിയോടും വലിയ വിശ്വാസത്തോടും സഞ്ചരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അപ്പോസ്തലന്മാർ വലിയ ശക്തിയോടുകൂടെ അങ്ങയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നു. അടിയേൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സന്തോഷത്തോടെ തിരുനാമത്തിന് വേണ്ടി കഷ്ടമേൽക്കേണ്ടി വന്നതിനെ ഓർത്ത് ദൈവമേ നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്ന കാഴ്ചയെല്ലാം കാണുവാനായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നല്ലോ. അതുകൊണ്ട് ദൈവമേ, ലഭിക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലുമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും അപ്പോസ്തല പിതാക്കന്മാർ കണ്ട അതേ മനോഭാവത്തോടെ കാണാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അസൂയയെ പറ്റി, അതിൻ്റെ അപകടത്തെ പറ്റി ഞങ്ങൾക്ക് ആത്മാവിൽ അവിടുന്ന് വെളിപ്പെടുത്തി തന്നല്ലോ. ദൈവമേ, അസൂയ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നുവെന്നും അസൂയ അവസാനം ആത്യന്തികമായി വലിയ പരാജയത്തിലേക്ക് എത്തിക്കുമെന്നും ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചു തന്നുവല്ലോ. ദൈവമേ, അതുകൊണ്ട് അസൂയപ്പെടാതെ, ദൈവമേ, അസൂയ തോന്നുന്നതിന് പകരം ദൈവമേ അതെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കാനായിട്ട് ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് അധികം നോക്കാതെ താഴെയുള്ളവരിലേക്ക് നോക്കി അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്കും സമ്പാദ്യങ്ങൾക്കും കഴിവുകൾക്കും കൃപകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അവിടുത്തെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാനായിട്ട് ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ അപ്പോസ്തലന്മാരെ, പത്രോസ് ലീഹ തുടങ്ങി മത്തിയാസ് ലീഹ വരെയുള്ള എല്ലാ അപ്പോസ്തലന്മാരുമേ, പരിശുദ്ധനായ പൗലോസ് ലീഹായെ, ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാസ് ലീഹായെ, നിങ്ങളെ അനുസ്മരിച്ച് നോമ്പെടുത്തും ഉപവാസമെടുത്തും പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ യേശുനാമത്തിൽ നിങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. നിങ്ങളെപ്പോലെ വിശുദ്ധിയിലും വിശ്വാസത്തിലും ദൈവഭയത്തിലും വിശ്വസ്തതയിലും ജീവിക്കാനുള്ള വലിയ കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഈ അന്ത്യകാലഘട്ടത്തിലെ സഭയിൽ മാരക വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം എടുത്ത് ഉപയോഗിക്കാൻ, ഞങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും വർഷിക്കപ്പെടാൻ പരിശുദ്ധ അപ്പോസ്തലന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ സഭ അനുഗ്രഹിക്കപ്പെടാനും അത് ആത്മീയമായും ഭൗതികമായും വളർന്ന് പന്തലിക്കുവാനും അനേകർ ആ തണലിലേക്ക് അടുത്തു വരുവാനും സുവിശേഷത്തിന്റെ മർമ്മം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുവാനും മിഷൻ മേഖലകളെല്ലാം ശക്തിപ്പെടുവാനും മിഷന്റെ ചൈതന്യം ഈ സഭയിൽ നിറയാനും പരിശുദ്ധ അപ്പോസ്തലന്മാരെ പ്രാർത്ഥിക്കണമേ. മാർത്തോമാസ് ലീഹായ അങ്ങ് ഇന്ത്യയിൽ വന്ന് വചനം പ്രഘോഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ യേശുവിനെ അറിയില്ലായിരുന്നു. ഈ ഒരു മനോഭാവം ലോകത്തിന്റെ വിവിധ കോണുകളിൽ അങ്ങയെ പ്രഘോഷിക്കാനുള്ള വലിയൊരു താല്പര്യവും ഉത്സാഹവും ആഗ്രഹവും തീക്ഷ്ണതയും ആത്മനിറവും പരിശുദ്ധ സഭയിലേക്ക് അവിടുന്ന് അയച്ച് അനേകരെ മിഷൻ വയലുകളിലേക്ക് അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും ഇമ്പങ്ങളുടെ പറുദീസായിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപകൾ കൊണ്ടും ആത്മനിറവ് കൊണ്ടും അങ്ങ് നിറയ്ക്കണമേ. ആയുധ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭരാത്രി നേരുന്നു. ദൈവത്തിന്റെ കൃപകൾ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ.